പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ അങ്ങേ ആത്മാവോടും കൂടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് അബ്രാഹത്തിൻ്റെ വായനയാണ്, അബ്രാഹത്തെക്കുറിച്ചുള്ള വായനയാണ് നമ്മളിന്ന് വായനയിൽ കേൾക്കുക. അതിൽ 15-ാമത്തെ അധ്യായം, ഉൽപ്പത്തി 15 6-ാമത്തെ വാക്യം, അവൻ കർത്താവിൽ വിശ്വസിച്ചു, അവിടുന്ന് അവന് അത് നീതീകരണമായി കണക്കാക്കി. അവൻ കർത്താവിൽ വിശ്വസിച്ചു, അവിടുന്ന് അത് അവന് നീതീകരണമായി കണക്കാക്കി. നമ്മൾ കർത്താവിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഈ തീർത്ഥാടനം പോലും നടത്തുന്നത്. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഈശോയായിട്ട് ബന്ധപ്പെടുന്നതാകട്ടെ, ഈശോയോട്ടുള്ളൊരു ബന്ധം വളർത്തുന്നതായിരിക്കട്ടെ നമ്മുടെ എല്ലാ കാര്യങ്ങളും. നമ്മളിപ്പോൾ ഒരു നേർച്ച നേർന്നു, അത് ഈശോയോട്ടുള്ള ബന്ധം വളർത്തുന്നതായിരിക്കണം. വെറുതെ ഒന്ന് ചിന്തിച്ച്, ചില കാര്യങ്ങൾ നമ്മളിങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ ഈശോയോട്ട് എന്ത് ബന്ധം? ചില കാര്യങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈശോയിലുള്ള സ്നേഹം അല്ലെങ്കിൽ ഈശോയിൽ വളരുന്നതിന് സഹായകമായിട്ടുണ്ടോ? അപ്പോൾ ഈശോയിൽ വളരാൻ സഹായകമാകുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അതാണ് നമ്മൾ, കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു, കർത്താവിൻ്റെ ബലിയുടെ അനുസ്മരണമാണ് ഇവിടെ. അപ്പോൾ കർത്താവിൽ വിശ്വസിക്കുക. അബ്രാഹത്തിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ്, വളരെ വലിയ ഒരു പ്ലസ് പോയിൻ്റ് അബ്രാഹത്തിൻ്റെ വിശ്വാസമാണ്. അബ്രാഹത്തിൻ്റെ വിശ്വാസം. നമ്മളിന്നിവിടെ കൂടിയിരിക്കുന്നതും നമുക്ക് വിശ്വാസമുള്ളത് കൊണ്ടാണ്. അത് ഒരു പടി കൂടി വളരട്ടെ, വിശ്വാസം വളരട്ടെ, വിശ്വാസം ജ്വലിക്കട്ടെ. നമുക്ക് കണ്ണുകൊണ്ട് കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കാൻ പറ്റാത്തതും ബുദ്ധി കൊണ്ട് കൃത്യമായിട്ട് ഗ്രഹിക്കാൻ പറ്റാത്തതുമായിട്ടുള്ള കാര്യങ്ങളിലാണ് നമ്മൾ പങ്കുചേരുക. അപ്പം അതുകൊണ്ട് വിശ്വാസമില്ലെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടാണ്. വിശ്വാസം ഞങ്ങൾക്ക് നൽകണമേ, വിശ്വാസം വർദ്ധിപ്പിക്കണമേ. അബ്രാഹത്തെ പോലെ പ്രതീക്ഷയ്ക്ക് ഒരു വകയില്ലായിരുന്നിട്ടും വിശ്വസിച്ചു. അതാണ്, പ്രതീക്ഷയ്ക്ക് ഒരു വകയില്ല. ശരീരത്തെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, ദൈവം മാത്രം ആശ്രയം. അതാണ് അബ്രഹാം. നമുക്കതുകൊണ്ട് അങ്ങനൊരു വിശ്വാസം നമുക്ക് കിട്ടാൻ വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമുക്ക് ഈ ബലി ഭക്തിയോടുകൂടെ അർപ്പിക്കാം. സഹോദരരേ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാ. സർവശക്തനായ ദൈവത്തോടും സഹോദരരേ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരേ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്കു വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട്
പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങ് പണിതുയർത്തിയവരെ അങ്ങേ സംരക്ഷണത്തിൽ നിന്നങ്ങ് ഒരിക്കലും തള്ളിക്കളയുകയില്ലല്ലോ. അങ്ങേ നാമത്തോടെപ്പോഴും ഞങ്ങൾ ഭക്തിയാദരങ്ങളും സ്നേഹവുമുള്ളവരാകാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് അക്കാലത്ത് അബ്രാമിന് ദർശനത്തിൽ കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി. അബ്രാം, ഭയപ്പെടേണ്ട, ഞാൻ നിനക്ക് പരിചയമാണ്, നിൻ്റെ പ്രതിഫലം വളരെ വലുതായിരിക്കും. അബ്രാം ചോദിച്ചു, കർത്താവായ ദൈവമേ, സന്താനങ്ങളില്ലാത്ത എനിക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക? ദമാസ്കസുകാരൻ എലിയാസറാണ് എൻ്റെ വീടിൻ്റെ അവകാശി. അബ്രാം തുടർന്നു, എനിക്കൊരു സന്താനത്തെ അവിടുന്ന് തന്നിട്ടില്ല. എൻ്റെ വീട്ടിൽ പിറന്ന ദാസരിൽ ഒരുവനായിരിക്കും എൻ്റെ അവകാശി. വീണ്ടും അവന് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി, നിൻ്റെ അവകാശി അവനായിരിക്കുകയില്ല, നിൻ്റെ മകൻ തന്നെയായിരിക്കും. അവിടുന്ന് അവനെ പുറത്തോട്ട് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ആകാശത്തേക്ക് നോക്കുക, ആ കാണുന്ന നക്ഷത്രങ്ങളുടെ എണ്ണമെടുക്കാൻ കഴിയുമോ? നിൻ്റെ സന്താന പരമ്പരയും അതുപോലെയായിരിക്കും. അവൻ കർത്താവിൽ വിശ്വസിച്ചു. അവന് അത് നീതീകരണമായി അവിടുന്ന് കണക്കാക്കി. അവിടുന്ന് തുടർന്നരുളി ചെയ്തു, ഈ നാട് നിനക്ക് അവകാശമായി തരാൻ വേണ്ടി നിന്നെ കൽദായരുടെ ഊറിൽ നിന്ന് കൊണ്ടുവന്ന കർത്താവാണ് ഞാൻ. അവൻ ചോദിച്ചു, ദൈവമായ കർത്താവേ, ഇത് സംഭവിക്കുമെന്ന് ഞാൻ എങ്ങനെ അറിയും? അവിടുന്ന് കൽപ്പിച്ചു, 3 വയസ്സ് വീതം പ്രായമുള്ള ഒരു പശുക്കിടാവ്, ഒരു പെണ്ണാട്, ഒരു മുട്ടനാട് എന്നിവയെയും ഒരു ചെങ്ങാലിയെയും ഒരു ഇളം പ്രാവിനെയും എനിക്കായി കൊണ്ടുവരിക. അവൻ അവയെല്ലാം കൊണ്ടുവന്നു. അവയെ 2ആയി പിളർന്ന് ഭാഗങ്ങൾ നേർക്കുനേരെ വെച്ചു. പക്ഷികളെ അവൻ പിളർന്നില്ല. പിണത്തിന്മേൽ കഴുകന്മാർ ഇറങ്ങി വന്നപ്പോൾ അബ്രാം അവയെ ഓടിച്ചു. സൂര്യൻ അസ്തമിച്ചു കൊണ്ടിരുന്നപ്പോൾ അബ്രാം ഗാഠനിദ്രയിലാണ്ടു. ഭീകരമായ അന്ധകാരം അവനെ ആവരണം ചെയ്തു. സൂര്യൻ അസ്തമിച്ച് അന്ധകാരം വ്യാപിച്ചപ്പോൾ പുകയുന്ന ഒരു തീച്ചുള കാണാറായി. ജ്വലിക്കുന്ന ഒരു തീനാളം പിളർന്നിട്ടിരിക്കുന്ന കഷണങ്ങളുടെ നടുവിലൂടെ കടന്നുപോയി. അന്ന് കർത്താവ്
അബ്രാമിനോട് ഒരു ഉടമ്പടി ചെയ്തു. നിൻ്റെ സന്താന പരമ്പരയ്ക്ക് ഈ നാട് ഞാൻ തന്നിരിക്കുന്നു. ഈജിപ്ത് നദി മുതൽ മഹാനദിയായ യൂഫ്രട്ടീസ് വരെയുള്ള സ്ഥലങ്ങൾ. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. കർത്താവ് തൻ്റെ ഉടമ്പടി എന്നേക്കും അനുസ്മരിക്കും. കർത്താവ് തൻ്റെ ഉടമ്പടി എന്നേക്കും അനുസ്മരിക്കും. കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുവിൻ. അവിടുത്തെ പ്രവൃത്തികൾ ജനതകളുടെ ഇടയിൽ ഉദ്ഘോഷിക്കുവിൻ. അവിടത്തേക്ക് ഗാനങ്ങൾ ആലപിക്കുവിൻ, സ്തുതിഗീതങ്ങൾ ആലപിക്കുവിൻ. അവിടുത്തെ അത്ഭുതങ്ങൾ വർണ്ണിക്കുവിൻ. കർത്താവ് തൻ്റെ ഉടമ്പടി എന്നേക്കും അനുസ്മരിക്കും. അവിടുത്തെ വിശുദ്ധ നാമത്തിൽ അഭിമാനം കൊള്ളുവിൻ. കർത്താവിനെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം ആഹ്ലാദിക്കട്ടെ. കർത്താവിനെയും അവിടുത്തെ ബലത്തെയും അന്വേഷിക്കുവിൻ. നിരന്തരം അവിടുത്തെ സാന്നിധ്യം തേടുവിൻ. കർത്താവ് തൻ്റെ ഉടമ്പടി എന്നേക്കും അനുസ്മരിക്കും. അവിടുത്തെ ദാസനായ അബ്രഹാത്തിന്റെ സന്തതികളെ, അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവനായ യാക്കോബിൻ്റെ മക്കളെ ഓർമ്മിക്കുവിൻ. അവിടെ നിന്നാണ് നമ്മുടെ ദൈവമായ കർത്താവ്. അവിടുത്തെ ന്യായവിധികൾ ഭൂമിക്ക് മുഴുവൻ ബാധകമാകുന്നു. കർത്താവ് തൻ്റെ ഉടമ്പടി എന്നേക്കും അനുസ്മരിക്കും. കർത്താവ് തൻ്റെ ഉടമ്പടി എന്നേക്കും അനുസ്മരിക്കും. തൻ്റെ വാഗ്ദാനം തലമുറകൾ വരെ അവിടെ നോർക്കും. അബ്രാഹത്തോട് ചെയ്ത ഉടമ്പടി ഇസഹാക്കിന് ശപഥപൂർവ്വം നൽകിയ വാഗ്ദാനം തന്നെ. കർത്താവ് തൻ്റെ ഉടമ്പടി എന്നേക്കും അനുസ്മരിക്കും. ഹല്ലേലൂയ. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾ എന്നിൽ വിശ്വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വിശ്വസിക്കും, ഞാൻ നിങ്ങളിലും വസിക്കും. എന്നാൽ എന്നിൽ വസിക്കുന്നവൻ ഏറെ ഫലം പുറപ്പെടുവിക്കും. ഹല്ലേലൂയ. 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 കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, ആടുകളുടെ വേഷത്തിൽ വരുന്ന വ്യാജ പ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഉള്ളിൽ അവർ കടിച്ചു ചേന്തുന്ന ചെന്നായ്ക്കളാണ്. ഫലങ്ങളിൽ നിന്ന് അവരെ മനസ്സിലാക്കാം. മുൾച്ചെടിയിൽ നിന്ന് മുന്തിരിപ്പഴമോ ഞെരിഞ്ഞിലിൽ നിന്ന് അത്തിപ്പഴമോ പറിക്കാറുണ്ടോ? നല്ല വൃക്ഷം നല്ല ഫലവും ചീത്ത വൃക്ഷം ചീത്ത ഫലവും നൽകുന്നു. നല്ല വൃക്ഷത്തിന് ചീത്ത ഫലങ്ങളോ ചീത്ത വൃക്ഷത്തിന് നല്ല ഫലങ്ങളോ പുറപ്പെടുവിക്കുവാൻ സാധിക്കുകയില്ല. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലെറിയപ്പെടും. അവരുടെ ഫലങ്ങളിൽ നിന്ന് അവരെ അറിയും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, അബ്രാഹത്തോട് ദൈവം പറഞ്ഞു, നിന്റെ പ്രതിഫലം വളരെ വലുതായിരിക്കും. അബ്രാഹത്തോട് ദൈവം പറഞ്ഞു, നിന്റെ പ്രതിഫലം വളരെ വലുതായിരിക്കും. അപ്പോൾ അബ്രഹാം തിരിച്ച് ചോദിച്ചു, കർത്താവായ ദൈവമേ, സന്താനങ്ങളില്ലാത്ത എനിക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക? എന്ത് സമാധാനമാണ് ഉള്ളത്? എനിക്ക് കുഞ്ഞുപോലുമില്ല. അപ്പോൾ വീണ്ടും അദ്ദേഹം തന്നെ പറയുകയാണ്, എൻ്റെ വീട്ടിലെ ഇന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഒരു ദാസരിൽ ഒരുവനായിരിക്കും എൻ്റെ അവകാശി.
അങ്ങ് എനിക്കൊരു സന്താനത്തെ പോലും തന്നിട്ടില്ല, പിന്നെ എനിക്ക് പ്രതീക്ഷയ്ക്കൊരു വകയുമില്ല. അപ്പം മറ്റൊരുവനായിരിക്കും എൻ്റെ വീട്ടിൽ അവകാശി. വീണ്ടും അവന് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി, നിൻ്റെ അവകാശി അവനായിരിക്കുകയില്ല, നിൻ്റെ മകൻ തന്നെ ആയിരിക്കും, നിൻ്റെ മകൻ തന്നെ ആയിരിക്കും. എന്നിട്ട് അതിന് ഒരു തെളിവ് പോലെ അബ്രാഹത്തെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് ആകാശത്തിലേക്ക് നോക്കുക. കാണുന്ന നക്ഷത്രങ്ങളുടെ എണ്ണമെടുക്കാൻ കഴിയുമോ? നിൻ്റെ സന്താന പരമ്പരയും അതുപോലെയായിരിക്കും. ഇത് കഴിഞ്ഞപ്പോൾ അവൻ കർത്താവിൽ വിശ്വസിച്ചു എന്നാണ് വചനം പറയുക. അവിടുന്ന് അതവനെ നീതീകരണമായി കണക്കാക്കി. നമുക്ക് നീതിയായിട്ട് കണക്കാക്കുന്നത് നമ്മുടെ എന്തെങ്കിലും ഒരു പ്രവൃത്തി കൊണ്ടല്ല. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൽ ഈ സംഭവം തന്നെ വളരെ വ്യക്തമായിട്ട് ഒന്നുകൂടി പറയുകയാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 3-ാം വാക്യം വിശുദ്ധ ലിഖിതം പറയുന്നത് എന്താണ്? അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി പരിഗണിക്കപ്പെട്ടു. അതിന് തുടർന്ന് പറയുന്ന വചനം, പ്രവൃത്തികൾ കൂടാതെ തന്നെ പാപിയെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവൻ്റെ വിശ്വാസം നീതിയായി പരിഗണിക്കപ്പെടുന്നു. നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു പ്രവൃത്തിയില്ല. പ്രവൃത്തികൾ കൂടാതെ ദൈവം നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു ഇനീഷ്യേറ്റീവ് ഇല്ലാതെ തന്നെ നമ്മളെ വിശ്വസിക്കുന്ന, നമ്മളെ പരിഗണിക്കുന്ന, പ്രവൃത്തികൾ കൂടാതെ പാപിയെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവൻ്റെ വിശ്വാസം നീതിയായി പരിഗണിക്കപ്പെടുന്നു. അത് സുന്ദരമായൊരു വചനമാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 5-ാം വാക്യം, പ്രവൃത്തികൾ കൂടാതെ പാപിയെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവൻ്റെ വിശ്വാസം നീതിയായി പരിഗണിക്കപ്പെടുന്നു. പ്രവൃത്തികൾ നോക്കാതെ തന്നെ നീതിമാനാണെന്ന് ദൈവം പരിഗണിക്കുന്നവൻ്റെ ഭാഗ്യം. അത് ദാവീദ് പറയുകയാണ്. അതിനെക്കുറിച്ച് പറയുന്ന, അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനവും ലഭിച്ചവൻ ഭാഗ്യവാൻ, കർത്താവ് കുറ്റം ചുമത്താത്തവൻ ഭാഗ്യവാൻ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഭയങ്കര ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടിയവരാണ്. ഇപ്പോൾ ധൂർത്തപുത്രൻ്റെ കഥയൊക്കെ എടുക്കുമ്പോഴും ധൂർത്തപുത്രന് എന്ത് യോഗ്യത ഉള്ളത്? പക്ഷെ ദൈവം അവൻ്റെ അനുതാപത്തെ അത് പരിഗണിച്ചു. അവൻ്റെ ഭാഗത്ത് വേറെ ഒരു പ്രവൃത്തിയും അവന് തിരിച്ച് പണം കൊണ്ടുവന്ന് കൊടുത്തോ? അവൻ എടുത്തുകൊണ്ട് പോയ പണം, വീട്ടിൽ നിന്ന് അവകാശമായി വാങ്ങിച്ചുകൊണ്ട് പോയ പണം തിരിച്ചു കൊടുത്ത് അവൻ കോമ്പൻസേഷൻ ചെയ്തോ? ഒരു കോമ്പൻസേഷനും ഇല്ലാതെ അവൻ്റെ ഒരു അനുതാപം എന്ന ഒരൊറ്റ കാര്യം കൊണ്ട് ധൂർത്തപുത്രനെ നീതിയായിട്ട് പരിഗണിച്ചു. അതാണ് കർത്താവിൻ്റെ കരുണ. അബ്രാഹത്തിൻ്റെ സംഭവമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രവൃത്തിയില്ല, വിശ്വാസം മാത്രം വിശ്വസിച്ചു. ആ വിശ്വാസമാണ് നീതിയായി പരിഗണിക്കപ്പെട്ടത്. ഇതിങ്ങനെ പറഞ്ഞു വരുമ്പോഴും അത് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 25-ാം വാക്യം, നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിക്കപ്പെടുകയും ചെയ്ത നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്കും അത് നീതിയായി പരിഗണിക്കപ്പെടും. നമുക്കിന്ന് ഈശോ നമ്മുടെ മുന്നിൽ ഇങ്ങനെ മരിച്ച പരിഹാരം ചെയ്ത് നിൽക്കുകയാണ്. അതാണ് നമ്മുടെ നീതി. അതാണ് ദൈവം നമ്മോട് കാണിച്ച നീതി. അതാണ് നമുക്കൊരു പരിഹാരം ചെയ്യാൻ പറ്റാതിരിക്കും. പലപ്പോഴും ആളുകൾ കുമ്പസാരമൊക്കെ കഴിയുമ്പോഴും ഇങ്ങനെ പിന്നെ അടുത്ത കുമ്പസാരത്തിന് വരുമ്പോഴും ആമുഖത്തിൽ പറയുന്ന കാര്യമാണ്, ഇത്ര കുമ്പസാരിച്ചിട്ട് ഇത്ര നാളായി ഞാൻ പരിഹാരം ചെയ്തു എന്നാണ് പറയുക. പറഞ്ഞ പ്രായശ്ചിത്തമൊക്കെ ചെയ്തു, പ്രായശ്ചിത്തം അല്ലെങ്കിൽ അതൊരു പരിഹാരം, ഞാൻ എൻ്റെ പാപത്തിന് പരിഹാരം ചെയ്തു എന്നാണ് പറയാം. അത് വളരെ കോമഡിയാണ്. കാരണം നമ്മുടെ പാപത്തിന് നമുക്ക് പരിഹാരം ചെയ്യാൻ പറ്റുകയില്ലെന്ന് മനസ്സിലാക്കി ദൈവം കണ്ട പരിഹാരമാണ് യേശുക്രിസ്തു. ദൈവം കണ്ട പരിഹാരമാണ് യേശുക്രിസ്തു. ആ യേശുക്രിസ്തു കുരിശിൽ മരിച്ച് പരിഹാരം ചെയ്ത് നിൽക്കുമ്പോൾ നമ്മൾ പരിഹാരം ചെയ്തത് വല്ല വിലയുണ്ടോ? നമുക്കൊരു പരിഹാരത്തിന് യോഗ്യതയില്ല. നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു വിശ്വാസ പ്രമാണം ചൊല്ലുന്നതാണോ പരിഹാരം? നമുക്കൊരു പരിഹാരവും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതാണ് യേശുക്രിസ്തുവിൻ്റെ മരണം ദൈവം നമ്മോട് കാണിച്ച നീതിയാണ്. യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പ് ദൈവം നമ്മോട് കാണിച്ച നീതിയാണ്. അപ്പോൾ ഇത് നമ്മൾ വിശ്വസിക്കണം. ഇതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അതാണ് നമുക്ക് തകർച്ചകൾ വന്നാലും നമുക്കൊരുവൻ മരിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട്, നമുക്കൊരുവൻ മരിച്ച് ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട്. ഇത് നമ്മൾ വിശ്വസിക്കണം. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. അതാണ് അബ്രാഹത്തിന് നീതീകരണമായിട്ട് മാറിയത്. അബ്രാഹത്തിന് എന്തെങ്കിലും ഒരു പ്രവൃത്തി കൊണ്ടിട്ടല്ല അബ്രാഹത്തിന് നീതി കൊടുത്തത്.
നമ്മളൊരു ദൈവം നീതി കാണിക്കുന്നത് നമ്മുടെ എന്തെങ്കിലും പ്രവൃത്തി കൊണ്ടിട്ടല്ല. ഒരു കുഞ്ഞ് കരയുമ്പോൾ ആ കുഞ്ഞിനെ അമ്മ എടുത്ത് ആശ്വസിപ്പിക്കുന്നത് ആ കുഞ്ഞിന് എന്ത് പ്രവൃത്തി ചെയ്തിട്ടാണ്? അതുപോലെയാണ് നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടല്ല. നമ്മുടെയൊക്കെ വിചാരം നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഇത് കിട്ടുന്നത്. അതുകൊണ്ട് നമ്മളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഞാനിങ്ങനെ വിചാരിക്കുകയാണ്, ഈ അബ്രാഹത്തിൻ്റെ ഈ സംഭവം പറയുമ്പോഴും 5 കാര്യങ്ങൾ അത് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് നമ്മളൊന്ന് ധ്യാനിക്കുന്നത് നല്ലതാണ്. ഒന്ന്, അബ്രാഹത്തിൻ്റെ ക്വാളിറ്റിയുടെ ഒരു സംഭവം ഇരിക്കുന്നത്, പ്രതീക്ഷയ്ക്ക് ഒരു വകയില്ല. ഇനി എന്തെങ്കിലും നല്ലത് സംഭവിക്കുമോ എന്നൊരു പ്രതീക്ഷ ഇല്ലാതിരുന്നിട്ടും പ്രതീക്ഷയോടെ അവൻ വിശ്വസിച്ചു. എല്ലാം ശരിയാകും, കർത്താവൻ അനുഗ്രഹിക്കും എന്ന് അവൻ വിശ്വസിച്ചു. ആകാശത്തിലേക്ക് നോക്കാൻ പറഞ്ഞിട്ട് ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ നിന്റെ സന്താന പരമ്പര ഞാൻ വർദ്ധിപ്പിക്കും എന്ന് പറഞ്ഞത് അബ്രാം വിശ്വസിച്ചു. ഒരു കൊച്ചുപോലുമില്ല. എന്നിട്ട് അബ്രാം വിശ്വസിച്ചു. പ്രായമേറെയായി. അതാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 2ാമത് പറയുന്നത്, അവൻ്റെ വന്ധ്യത, അവന് പ്രായമായി 100 വയസ്സായ തൻ്റെ ശരീരം മൃതപ്രായമായിരിക്കുന്നു. സാറായുടെ ഉദരം വന്ധ്യത കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. എന്നിട്ടും വിശ്വാസം ദുർബലമായില്ല. ശരീരം ദുർബലമാണ്, വിശ്വാസം ദുർബലമായില്ല. അതാണ് അബ്രാഹത്തിൻ്റെ ക്വാളിറ്റി. അതാണ്, ശരീരം ദുർബലമാണ്, പക്ഷെ വിശ്വാസം ദുർബലമായില്ല. പ്രതീക്ഷയ്ക്കൊരു വകയില്ല, എന്നിട്ടും പ്രതീക്ഷയോടെ വിശ്വസിച്ചു. ശരീരം സന്നദ്ധമേ അല്ല, എന്നിട്ടും വിശ്വാസം ദുർബലമായില്ല. അതാണ്. ഇനി 3ാമത്തെ ഒരു കാര്യം, ദൈവം പറഞ്ഞല്ലോ നിന്നെ ഞാൻ വർദ്ധിപ്പിക്കും എന്ന് പറഞ്ഞത് അത് ദൈവത്തിൻ്റെ ഒരു വാഗ്ദാനമാണ്. അതിനെതിരെ ചിന്തിച്ചില്ല. തിരുഹൃദയ മാസമാണ്. തിരുഹൃദയത്തിൻ്റെ ഭക്തി നമ്മൾ വളർത്തേണ്ട ഒരു കടമയുണ്ട്. നമ്മുടെ വീടുകളിലൊക്കെ തിരുഹൃദയ പ്രതിഷ്ഠയാണ്. വിശുദ്ധ മർഗരീത്ത മറിയത്തിന് ഈശോ 12 വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ 9ാമത്തെ വാഗ്ദാനം തന്നെ വളരെ സുന്ദരമാണ്. എൻ്റെ ചിത്രം വെച്ച് വണങ്ങുന്ന ഭവനങ്ങളിൽ ഞാൻ പ്രത്യേകമായി ആശീർവാദം ചൊരിയും. ഈ വാഗ്ദാനത്തിനെതിരെ ചിന്തിക്കാൻ പാടില്ല. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം, എൻ്റെ കർത്താവേ, നിൻ്റെ രൂപം ഞങ്ങൾ എത്ര നാളായി വെച്ച് പ്രാർത്ഥിക്കുന്നത്, ഞങ്ങൾ നാണം കെടുത്തല്ലേ, നിന്നെ എത്ര നാളായി പ്രാർത്ഥിച്ച അങ്ങ് ആ മർഗരീത്ത മറിയത്തിന് 12 വാഗ്ദാനങ്ങൾ കൊടുത്തതല്ലേ. 9ാമത്തെ വാഗ്ദാനം ഈ ചിത്രം വെച്ച് പ്രാർത്ഥിക്കുന്ന ഭവനങ്ങളിൽ ഞാൻ പ്രത്യേക ആശീർവാദം ചൊരിയും. അതാണ്. പറ്റിക്കല്ലേ കർത്താവേ, അങ്ങ് വാക്ക് പറഞ്ഞ വാക്കല്ലേ, കൂടെ നിൽക്കണേ കർത്താവേ എന്നൊക്കെയല്ലേ പ്രാർത്ഥിക്കേണ്ടത്. എത്ര നാളായി ഈ രൂപം വെച്ച് പ്രാർത്ഥിച്ചിട്ട് ഇനി ഞാൻ പ്രാർത്ഥിക്കുന്നില്ല. ചിലർ തിരുഹൃദയ രൂപമൊക്കെ എറിഞ്ഞവരുണ്ട്. കുടുംബത്തിൽ അസ്വസ്ഥതകൾ മൂലം ഇനി പ്രാർത്ഥനയൊന്നും വേണ്ട എന്ന് പറഞ്ഞു 2 പ്രാവശ്യം അബോർഷനായി പോയപ്പോഴും പിന്നെ പള്ളിപ്പോക്ക് നിർത്തിയവരുണ്ട്. ഇനി ഞാൻ പള്ളി പോകുന്നില്ല. അതാണ്. അപ്പോൾ അങ്ങനെ എതിരായി ചിന്തിക്കരുത്. വാഗ്ദാനത്തിനെതിരായി ചിന്തിച്ചില്ല. ദൈവത്തിൻ്റെ വിശ്വാസമില്ലാത്തവനെ പോലെ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിനെതിരായി അവൻ ചിന്തിച്ചില്ല. മൂന്നാമത്തെ ക്വാളിറ്റിയും ഈ വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് അബ്രഹാം ചെയ്ത കാര്യമാണ് ദൈവത്തെ മഹത്വപ്പെടുത്തി. നമ്മൾ കുർബാന അർപ്പണത്തിലൂടെ, പ്രാർത്ഥനകളിലൂടെ, കുംഭസാരത്തിലൂടെ, കുർബാന സ്വീകരണത്തിലൂടെ നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. മറിയം ചെയ്തതും അത് തന്നെയാണ്. മറിയം, എൻ്റെ ആത്മാവ് കർത്താവിൽ ആനന്ദിക്കുന്നു, എൻ്റെ ചിത്തം ഇല്ലേ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഇത് മറിയം ചെയ്ത കാര്യമാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കണം. പിന്നോക്കം പോകാൻ പാടില്ല. ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കണം. ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കണം. അതാണ് ഒരു വിശ്വാസി ചെയ്യേണ്ട കാര്യമാണ്. ഇനി 5ാമത്തെ കാര്യം, വാഗ്ദാനം നിറവേറ്റാൻ ദൈവത്തിന് കഴിയുമെന്ന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. എൻ്റെ ദൈവം എന്നെ പാതി വഴി വിട്ടുകളയില്ല. എൻ്റെ ദൈവം വാഗ്ദാനം നിറവേറ്റും. എൻ്റെ ദൈവം വാഗ്ദാനങ്ങൾ വിശ്വസ്തനായ ദൈവമാണ്. തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായും രക്ഷിക്കാൻ ദൈവത്തിന് കഴിവുണ്ട്. അവന് കഴിവുണ്ട്. അത് ഹെബ്രായ 7:25 ഹെബ്രായ 7:25 ദൈവത്തിന് കഴിവുണ്ട്. അന്ധനെ സുഖപ്പെടുത്താൻ കഴിയും,
കാനായിലെ കല്യാണ നാളിൽ വെള്ളം വീഞ്ഞാക്കാൻ കഴിയും. ചെങ്കടലിലൂടെ ഇസ്രായേൽ ജനത്തെ വഴി നടത്താൻ കഴിയും. പെരുവെള്ളത്തിൽ പാതയൊരുക്കാൻ അവന് കഴിയും. സമുദ്രത്തിൽ വഴിവെട്ടാൻ അവന് കഴിയും. ഹൃദയം നൊന്ത് കരഞ്ഞു പ്രാർത്ഥിച്ച ഹന്ന 1 സാമുവേൽ 1:11 അവളൊരു നേർച്ച നേർന്ന് പ്രാർത്ഥിച്ചു. എനിക്കൊരു കുഞ്ഞുണ്ടായാൽ കർത്താവേ അങ്ങയുടെ മുമ്പിൽ ഞാൻ പ്രതിഷ്ഠിക്കാം. നമ്മൾ ഒരു കുഞ്ഞില്ലെങ്കിൽ അബ്രഹാത്തിനൊരു കുഞ്ഞില്ല. അബ്രഹാം ഇവിടെ എങ്ങാനും വന്നിരുന്നെങ്കിൽ അബ്രഹാം എന്ത് ചെയ്യുമായിരുന്നു? എന്ത് ചെയ്യും? എന്തെങ്കിലും കൊണ്ട് കെട്ടിത്തൂക്കിയിടുവോ? അബ്രഹാം അത് ചെയ്യുവോ? നമുക്ക് ദൈവവുമായിട്ട് ബന്ധം വരാത്തൊരു കാര്യം ചെയ്യരുത്. ഈ അന്ന നേർന്നത് എനിക്കൊരു കൊച്ചുണ്ടായാൽ ഞാൻ അങ്ങയുടെ മുമ്പിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കാം എന്നാ നേർന്നത്. അവളൊരു കാര്യം കൂടി പറഞ്ഞു, ക്ഷൗരക്കത്തി അവൻ്റെ ശിരസിൽ സ്പർശിക്കയില്ല. അങ്ങനെയാണ് അവൾ നേർന്നത്. അപ്പോൾ പ്രതിഷ്ഠിക്കാം. നമുക്ക് ഒരു കുഞ്ഞില്ലാത്തൊരാൾ എങ്ങനെയാണ് ദൈവവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം ചെയ്യുക? ഇപ്പോൾ പരിശുദ്ധ അമ്മയോട് വേണമെങ്കിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, ഉണ്ണിയുള്ള മാതാവിൻ്റെ രൂപം എവിടെയെങ്കിലും കണ്ടാൽ കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് പോയിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കാം, അമ്മയുടെ കയ്യിരിക്കുന്ന കുഞ്ഞിനെ ഞങ്ങൾക്ക് തരണമേ. അമ്മയുടെ കയ്യിരിക്കുന്ന കുഞ്ഞാരാ? ഈശോ. അമ്മയുടെ കയ്യിരിക്കുന്ന ഈശോയെ എനിക്ക് തരണമേ. നല്ല ഈശോ ബന്ധമുള്ള പ്രാർത്ഥനയാണ്. ഈശോ ബന്ധമുള്ള പ്രാർത്ഥന. വേറൊരു കാര്യം, എന്തെങ്കിലും കൊണ്ട് ഏതെങ്കിലും ഒരു മരത്തിൽ കെട്ടിത്തൂക്കുന്നതിന് എന്ത് ഈശോ ബന്ധമുണ്ട്? ഇനി പിതാവായ ദൈവത്തിൻ്റെ മക്കളല്ലേ നമ്മൾ മരിച്ചു കഴിഞ്ഞ പിതാവായ ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകേണ്ടവരല്ലേ? അപ്പോൾ നമ്മൾ എവിടെ നിന്നാണ് വന്നത്? പിതാവായ ദൈവത്തിൻ്റെ മടിയിൽ നിന്ന്. പിതാവായ ദൈവത്തിൻ്റെ മടിയിലും തോളത്തും കുറെ കുഞ്ഞുങ്ങളുണ്ടെന്നൊന്ന് ഇമാജിൻ ചെയ്ത്. പിതാവായ ദൈവം ഒരു സിംഹാസനത്തിൽ ഇരിക്കുന്നു. പിതാവിൻ്റെ മടിയിലും തോളത്തും കുറെ കുഞ്ഞുങ്ങൾ. പിതാവേ, ഒരു കുഞ്ഞിനെ എൻ്റെ ഉദരത്തിലേക്ക് താ. നല്ല പ്രാർത്ഥനയല്ലേ? പിതാവേ, ഒരു കുഞ്ഞിനെ എൻ്റെ ഉദരത്തിലേക്ക് താ. അങ്ങനെ പ്രാർത്ഥിക്കാം. ഇനി ഹന്ന പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കാമല്ലോ. എനിക്ക് ഒരു പള്ളി കയറിയിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുക, കർത്താവേ എനിക്കൊരു കൊച്ചിനെ തന്നാൽ ഞാൻ ഈ ആൾക്കാരെ കൊണ്ടുവന്ന് കിടത്തിക്കോളാം. സുന്ദരമായ നേർച്ചയല്ലേ? സുന്ദരമായ നേർച്ച. ഞാനതുകൊണ്ട് അങ്ങയുടെ മുമ്പിൽ കൊണ്ടുവന്ന് സമർപ്പിച്ചോളാം. ഒന്നുമില്ലെങ്കിൽ ഞാൻ ഈ ഒരു സ്റ്റെപ്പിൽ അല്ലെങ്കിൽ ഏതെങ്കിലും മാതാവിൻ്റെ ഒരു രൂപ ഇരിക്കുന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് കുഞ്ഞിനെ കൊണ്ടുവന്ന് ഇരുത്തിക്കോളാം. നല്ല ദൈവബന്ധമുള്ള പ്രാർത്ഥനയില്ല. ദൈവബന്ധമുള്ള പ്രാർത്ഥനകൾ, നേർച്ചകൾ നമുക്കുണ്ടാകണം. ദൈവബന്ധത്തിൽ വളരുന്ന അബ്രഹാത്തിൻ്റെ വിശ്വാസം ദൈവബന്ധത്തിൽ വളർത്തുന്ന വിശ്വാസമായിരുന്നു. അതാണ് അബ്രഹാത്തിന് അനുഗ്രഹമായത്. നമ്മൾ പ്രാർത്ഥിക്കേണ്ടതും അതുതന്നെയാണ്. അതുകൊണ്ടാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 4:25 പറയുന്നത്, നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിക്കപ്പെടുകയും ചെയ്ത നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്കും അത് നീതിയായി പരിഗണിക്കപ്പെടും. അത് നീതിയാക്കി ദൈവം മാറ്റിത്തരും. നമുക്കതുകൊണ്ട് അത്രയും വിശ്വാസം ഉണ്ടാകട്ടെ. ദൈവത്തിൽ നിന്ന് ഒരു അണുകിട വ്യതിചലിക്കാത്ത വിശ്വാസം നമുക്കുണ്ടാകട്ടെ. നമ്മൾ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ ദൈവവുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളാകാതിരിക്കട്ടെ. ഒരു ഈശോ ബന്ധത്തിൽ, ഒരു ദൈവ ബന്ധത്തിൽ വളർത്തുന്ന കാര്യങ്ങളായി മാറട്ടെ. നമുക്കതിനു വേണ്ടി ഈ തിരുഹൃദയ മാസത്തിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളെ ചേർത്ത് പിടിക്കണമേ. തിരുഹൃദയ ഭക്തി കേരളത്തിൻ്റെ പുണ്യമാണ്, നമ്മുടെ പുണ്യമാണ്, നമ്മുടെ കുടുംബങ്ങളുടെ പുണ്യമാണ്. ഈ തിരുഹൃദയ തിരുനാൾ ഈ വരുന്ന ദിവസങ്ങളാണ്. വെള്ളിയാഴ്ചയാണ് തിരുഹൃദയ തിരുനാൾ. ഈ വർഷത്തെ 2025 ജൂൺ മാസം തീരാൻ പോവുകയാണ്. ഒരനുഗ്രഹം തരണേ കർത്താവേ. എത്ര നാളായി നിന്നെ വിശ്വസിച്ച്, നിന്റെ രൂപവും പിടിച്ച്, രൂപവും പ്രതിഷ്ഠിച്ച്, പ്രാർത്ഥനയും ചൊല്ലി നിന്റെ കൂടെ നടക്കുന്ന ഞങ്ങളെ വെറുതെ വിട്ട് കളയല്ലേ കർത്താവേ. ഞങ്ങളെ കൂടെ പിടിക്കണമേ കർത്താവേ. ഞങ്ങൾക്ക് വേണ്ടുന്ന അനുഗ്രഹം തരണമേ കർത്താവേ. നിന്റെ മുൻപിൽ ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തിക്കൊള്ളാം, സാക്ഷ്യം പറഞ്ഞുകൊള്ളാം. കർത്താവാണ് രക്ഷിച്ചതെന്ന് പറഞ്ഞുകൊള്ളാം കർത്താവേ. ഞങ്ങളുടെ കഴിവിനപ്പുറമാണ്, ഞങ്ങൾക്കൊരു കഴിവുമില്ല, പ്രതീക്ഷിക്കാൻ പോലും ഒന്നുമില്ല, ശരീരം ദുർബലമാണ്. ആ ഒരവസ്ഥയിലും വിശ്വസിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈശോദൻ മാധുര്യ ഹൃദയമേ, അങ്ങൻ്റെ സ്നേഹമ ഈടേണമേ. ഈശോദൻ മാധുര്യ
ഹൃദയമേ അങ്ങൻ്റെ സ്നേഹമ ഈടേണമേ. ആമേൻ. ഈ യാഗവേദിയിലെന്നെ അങ്ങേക്കർപ്പണം ചെയ്യുന്നിതാ. ഈ യാഗവേദിയിലെന്നെ അങ്ങേക്കർപ്പണം ചെയ്യുന്നിതാ. ഈ ജീവിതാർച്ചന സ്വീകരിച്ചെന്നെ നിൻ സ്വന്തമാക്കുവാൻ കനിയോ. ഈ ജീവിതാർച്ചന സ്വീകരിച്ചെന്നെ നിൻ സ്വന്തമാക്കുവാൻ കനിയോ. ഈ യാഗവേദിയിലെന്നെ അങ്ങേക്കർപ്പണം ചെയ്യുന്നിതാ. പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, സംപ്രീതിയുടെയും സ്തുതിയുടെയും ഈ ബലി സ്വീകരിക്കണമേ. അതിൻ്റെ പ്രവർത്തനത്താൽ ശുദ്ധീകരിക്കപ്പെട്ട് അങ്ങേക്ക് പ്രീതികരമായ ഞങ്ങളുടെ മാനസങ്ങളുടെ സ്നേഹാർപ്പണം സമർപ്പിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. ഏറ്റവും പരിശുദ്ധനായ പിതാവേ, അങ്ങേ പ്രിയപുത്രനായ യേശുക്രിസ്തുവിലൂടെ എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. പരിശുദ്ധാത്മാവാൽ മനുഷ്യാവതാരം ചെയ്യുകയും കന്യകയിൽ നിന്ന് ജാതനാവുകയും ഞങ്ങൾക്ക് രക്ഷകനും ഉദ്ധാരകനുമായി അങ്ങയക്കുകയും ചെയ്ത് അങ്ങേ വചനം വഴി അങ്ങ് സമസ്തവും സൃഷ്ടിച്ചു. അങ്ങേ തിരുവുള്ളം നിറവേറ്റിക്കൊണ്ടും പരിശുദ്ധമായൊരു ജനത്തെ അങ്ങേക്ക് നേടിത്തന്നുകൊണ്ടും പീഡാസഹന വേളയിൽ കൈകൾ വിരിച്ച് അവിടുന്ന് മരണം ഉന്മൂലനം ചെയ്യുകയും ഉത്ഥാനം വെളിപ്പെടുത്തുകയും ചെയ്തു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാ നിറഞ്ഞ
ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെ ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാലങ്ങ് ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സോമനസാല് പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും
അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ലിയോ പാപ്പയോടും ഞങ്ങളുടെ രൂപത അധ്യക്ഷനായ സഹായരാജ് മെത്രാനോടും വൈദികഗണത്തോടും മൊത്ത സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച് സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് സ്നേഹത്തോടെ ഭക്തിയോടെ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടു കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ.
ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങൾക്കു ശാന്തി നൽകേണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, തിരുശരീരത്തിൻ്റെയും അമൂല്യമായ രക്തത്തിൻ്റെയും പോഷണത്താൽ നവീകൃതരായി അങ്ങേ കാരുണ്യത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ നിരന്തര ഭക്തിയാൽ അനുഷ്ഠിക്കുന്നത് സുനിശ്ചിതമായ രക്ഷയിലൂടെ ഞങ്ങൾ പ്രാപിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ്സു നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവേ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലിയിൽ പങ്കെടുത്ത എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലന്റെ പാൽക്കുടത്തിലെ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലനെ നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധാരോഗ്യമാതാവിൻ്റെ ആശീർവാദം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മേവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ഏവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി. ആവേ മരിയ, ആവേ മരിയ,
ആവേ മരിയ ആവേ മരിയ ആവേ മരിയ